ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ നമ്മൾ ഡേ 2 പോയിക്കാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ റൂമിൽ നിന്ന് പുറത്തോട്ടുള്ള വ്യൂ. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇപ്പം മോർണിംഗ് ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. മോർണിംഗിൽ തണുപ്പാണ് സഹിക്കാൻ കഴിയാത്ത. ശരിക്കും മോർണിംഗ് എന്നല്ല, എപ്പോഴും ഈ നൈറ്റും എല്ലാം തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ പുറത്ത് ഈ വെയിലുണ്ടെന്നുള്ളൂ കേട്ടോ. പെഹൽഗാമിൽ ഗീസ്. അപ്പോൾ നമ്മൾ സോൺമർഗിലും ഗുൽമർഗിലൊക്കെ 1 ഡേ സ്റ്റേ ചെയ്യുന്നതിന് 6,000 7,000 ഒക്കെ വരുമെന്നാണ്. 1 ഡേ ആണ് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ. അപ്പോൾ ഗൈസ്, നമ്മൾ പെഹൽഗാമിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ ഫുഡ് കഴിക്കുന്നേരം പുള്ളി ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെയാണ് പോവേണ്ടത്. അപ്പോൾ നമ്മൾ പെഹൽഗാമാണ്. നമുക്ക് കസ്റ്റമൈസ് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ, നമ്മളെ ഇഷ്ടത്തിനാണ്. അപ്പോൾ നമ്മൾ പെഹൽഗാമാണ് ചൂസ് ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഗൈസ്, അപ്പോൾ നമ്മൾ എന്താ പെഹൽഗാം ചൂസ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുൽമർഗിൽ മൺഡേ ഓർ ട്യൂസ്ഡേ സ്നോഫാൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് നമ്മളെ ടാക്സി ഡ്രൈവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഗൂഗിളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗൂഗിളിൽ നമ്മൾ ട്രസ്റ്റ് ചെയ്ത് അതിൻ്റെ റിവ്യൂ നമ്മൾ പിന്നെ പറയാം കേട്ടോ. ഗൂഗിൾ പറഞ്ഞത് സത്യമാണോ കള്ളാണോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് കുറേ നല്ല വ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കണ്ട കുറേ കാഴ്ചയാണ് കേട്ടോ. നമ്മൾ ജമ്മു കാശ്മീർ പോകുന്നവരാ. നമ്മൾ ഓരോ മുക്കിലും മൂലയിലും ഒക്കെ ആയിട്ട് കുറേ ആർമി ഓഫീസേഴ്സ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഓര് കാണുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, നമുക്ക് അല്ലെങ്കിലും നമുക്ക് റെസ്പെക്റ്റ് ഉണ്ട്. ബട്ട് നമുക്ക് ആ ഒരു ടൈം കാണുമ്പോൾ കുറച്ചുകൂടി അപ്പോഴത്തേക്ക് അവരടുത്തുള്ള റെസ്പെക്റ്റ് നമുക്ക് കുറച്ചും കൂടി കൂടത്തേ ഉള്ളൂ. മാത്രമല്ല, എൻ്റെ ഒരു കസിൻ ബ്രദറും ആർമിയിലാണ് കേട്ടോ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, ചേട്ടനെ ഓർമ്മ വന്നു. അപ്പോൾ എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കര ഒരു സന്തോഷവും എല്ലാം തോന്നി കേട്ടോ. കാരണം അത്ര കഷ്ടപ്പെട്ടിട്ടാണല്ലോ നമ്മളെയൊക്കെ നോക്കുന്നത്, അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് തോന്നി ഗൈസ്. അപ്പോൾ അങ്ങനത്തെ കാര്യമൊക്കെയാണ്. അപ്പോൾ നോക്കി ഈ ഒരു കാഴ്ച നമ്മൾ സാഫ്രോൺ നോക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിർത്തി ഇറങ്ങിയതാണ്. First purity of saffron, it looks always thick and thinner. Front side thick, back side thinner. That's the first purity of saffron. And second purity, show me your hand. Just put in your mouth and bite it with your front teeth. Have this. Just bite it with your front teeth. It should be little bitter. Color should be yellowish on your tongue. That is the second purity of saffron. Fast. Little bitter. Color should be yellowish on your tongue. That is the second purity of saffron. Just put whole piece on your mouth and bite it properly. Did you feel little bitter? Check your tongue, each other. It's already a lot. क्या होना? Just ordered क्या? Yalla saffron. It has no expiry date. So you should consume only 100 gram of shilajit for 2 months. It is a 2-month course for one person for controlling diabetes, cholesterol, arthritis, urinary disorders, constipation. Good for PCOD as well. It is good for weight loss. Shilajit contains 65% of folic acid and 85 minerals naturally. And you have to consume it half of the spoon. Half spoon of this you have to consume it 7 days continue, then alternative days for 2 months. Once you complete the course, no need to repeat it again and again in your life. No side effects, no gender issue, no age limit. Anyone can consume this. There is no side effects of this. And after Shilajit, this is saffron serum. This is for fairness. You can check on my hand. Upside. Check. This is the saffron serum. And this is the infused oil of saffron. For dark circle, dark spot pigmentation. Check. It is without essence. There's no smell. ഇത് സാഫ്രോണിൻ്റെ മണം തന്നെ കേട്ടോ. And then we have quantity available for saffron. This is 1 gram of saffron. This one is 2 grams. This one is 5 grams. This one is 10 grams. This one is 20 grams. This is 100 gram of shilajit. അപ്പോൾ ഞാൻ സാഫ്രോൺ വാങ്ങിയിട്ടില്ല കേട്ടോ. കാരണം ഓൾറെഡി 20 ഗ്രാമിൻ്റെ ഒരു വലിയ പാക്കറ്റ് അച്ഛൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് വാങ്ങിയിട്ടില്ല. പിന്നെ ഇവിടെ കുറേ അത്തർ കളക്ഷൻസ് ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ. പക്ഷെ എനിക്ക് ഭയങ്കര തലവേദന ആയത് കാരണം ഞാൻ ഒരുപാടൊന്നും ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. വാങ്ങിയത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മോയ്സ്ചറൈസർ വാങ്ങിയിട്ടുണ്ട്. സാഫ്രോണിൻ്റെ മോയ്സ്ചറൈസർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിന് വരുന്നത് 500 ആണ്. ഇപ്പോൾ നമ്മൾ പോകുന്ന ആ ഓരോ വ്യൂ പോയിൻറ്റും നമ്മൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ കാണുന്നത് കേട്ടോ.
കേട്ടോ. ഓരോ മഞ്ഞൊക്കെ കാണുമ്പോഴും എന്താ പറയുക, ഫസ്റ്റ് ടൈമല്ലേ, അപ്പം നമുക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഒരുപാടുണ്ടാവും. പക്ഷേ എൻ്റെ ലൈഫിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അതിലാണ് കൂടുതലും മാച്ച് ആവുന്നത് കേട്ടോ. എൻ്റെ സൗണ്ട് കുറച്ച് അടഞ്ഞിരിക്കുക, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വന്നിറങ്ങിയപ്പോൾ തന്നെ ഇവർ നിസ്കരിക്കുന്ന കേട്ടോ കണ്ടത്. അത് തന്നെ ഭയങ്കര പോസിറ്റീവായിരുന്നു. നമ്മളിപ്പോൾ എവിടെ എത്തിയത്? ഡബിയൻ വാലി. ഗായ്സ്, എൻ്റെ സുൽത്താനെ കാണിച്ചു കൊടുക്ക്. ദിസ് ഈസ് മൈ സുൽത്താൻ. കേസ് ഇപ്പം നമ്മൾ ഏകദേശം എത്താറായിട്ട് എനിക്കാണ് നല്ല ടെൻഷനാവുന്നത് ഇതിലിരുന്നിട്ട്. കുറേ വഴികൾ ഞാനത് ആഡ് ചെയ്തിട്ടുണ്ടാവുന്നത്, കുറേ ഒരു ചെറിയ വഴികളിൽ കൂടിയൊക്കെയാണ് ഈ ഒരു ഹോഴ്സ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിപ്പം ഓക്കെയാണ്, നേരെ സ്ട്രെയിറ്റ് അല്ലേ. മറ്റേ ചെറിയ വഴികളിൽ കൂടെ ഇങ്ങനെ പോകുന്ന നേരം വീണാൽ കുറേ പാറകളൊക്കെ ഉണ്ടാവും, അതിൽ വീഴുന്നുള്ള പേടിയുള്ള, മഞ്ഞിൽ വീണാൽ സീനൊന്നും ഇല്ലല്ലോ. അങ്ങനെ എനിക്കാണ് ഭയങ്കര പേടിയായിരുന്നു ഗായ്സ്. ലാസ്റ്റൊക്കെ ആകുന്ന നേരം, ഇറങ്ങുന്ന നേരം പിന്നെ സീനില്ലാന്ന് തോന്നുന്നു, കയറുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സീന്. പിന്നെ ലൈഫിലെല്ലാം നമ്മളൊന്ന് എൻജോയ് ചെയ്യണമല്ലോ, അങ്ങനെ ചെയ്തതാണ്. കേട്ടോ, എനിക്കൊരു ചെറിയ പേടിയുള്ളതുകൊണ്ടാണ്. പക്ഷെ ഓക്കെ ആയിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. ഗൈസ്, അപ്പോൾ ഇന്ന് കളിയാക്കിയാണ് നിങ്ങൾ കേൾക്കുന്നത് കേട്ടോ. കാരണം ഞാനിങ്ങനെ എന്ത് ചെയ്താലും ബയ്യാന്ന് വിളിക്കുമ്പോൾ അപ്പോൾ പറഞ്ഞു ബയ്യാനെയും മൊയെന്ന് പറഞ്ഞാൽ ഒരിക്കൽ അതറിയാം കേട്ടോ, കളിയാക്കാൻ എനിക്ക്. അപ്പോൾ അങ്ങനെ എനിക്കാണ് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എനിക്ക് കയറാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ കയറി കഴിഞ്ഞപ്പോൾ ഒരു ടെൻഷനുള്ളത് പോലെ, അത് ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു കുഴി, ചെറിയ വഴി, ഇടവഴിയൊക്കെ പോലെ വരുമ്പോഴാണ് ടെൻഷൻ, അല്ലാത്തപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷെ നല്ല കെയർ ആയിട്ട് ചെയ്തു കേട്ടോ. ഇപ്പം നമ്മൾ ഭയങ്കരമായിട്ട് കെയർ ചെയ്തു. കാരണം എനിക്കങ്ങനെ തോന്നിയത്. പക്ഷെ അവർ ടിപ്പ് ചോദിക്കും, അതിപ്പോൾ എവിടെ പോയാലും ഒരു ടിപ്പ് ചോദിക്കും എന്താണേലും. അപ്പോൾ നമ്മൾ ടിപ്പ് മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. അപ്പം ഞാൻ പിന്നെ എനിക്കെന്തോ ടിപ്പ് കൊടുക്കണം എന്ന് തോന്നി, സോ ഞാൻ കൊടുത്തു. അപ്പോൾ കൊടുത്തെന്താണെന്ന് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ, എന്നെ ആ പുള്ളി ഭയങ്കര കെയർ ചെയ്താൽ കൊണ്ടുപോയേ. അപ്പം നമ്മൾ ആടെ നിന്ന് ഇവിടം വരെ കൊണ്ട് എത്തിച്ചല്ലോ, തിരിച്ച് കൊണ്ട് പോവുകയും തിരിച്ച് കൊണ്ട് വരികയും ചെയ്തല്ലോ. അപ്പോൾ അതുകൊണ്ട് ടിപ്പ് കൊടുത്തില്ല. എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ഒരുക്ക് കൊടുക്കാം. അല്ലാതെ കുറേ ടിപ്സ് ഉണ്ട് ഗൈസ്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് ഞാൻ ഒരു വീഡിയോ ആയിട്ട് എന്തായാലും അപ്ലോഡ് ചെയ്യാം. കുറേ ടിപ്പ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും കയ്യിൽ നിന്ന്. ഒരു ടിപ്പ് ചോദിക്കാൻ തുടങ്ങിയ ഒരു നിർത്തത്തില്ല. നമ്മളെ നാട്ടിലാണെങ്കിൽ ടിപ്പില്ല, അതൊരു കാര്യം. അപ്പോൾ ഫൈനലി ഹോഴ്സ് റൈഡൊക്കെ കഴിഞ്ഞ് നമ്മൾ പെഹൽഗാമിൽ എത്തിയിട്ടുണ്ട്. അവിടുത്തെ ഒരു വ്യൂ കാണാൻ രസമുണ്ട്. ബട്ട് എനിക്ക് വലിയൊരു ഭയങ്കര മിനി സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊണ്ടുവന്നത്. പക്ഷെ എനിക്ക് അതുപോലൊന്നും തോന്നിയില്ല കേട്ടോ. മിനി സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെ പറയും സോൺമർഗും ഗുൽമർഗൊക്കെ തന്നെയാണ്. ഇതും അടിപൊളിയാണ്, ബട്ട് അത്രയ്ക്കൊന്നും ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ പെഹൽഗാം കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ ഇന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ രസമുണ്ടാന്ന് നോക്കിയിട്ട് പറയണം കേട്ടോ. അപ്പോൾ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ ഗൈസ് പെഹൽഗാം. അപ്പോൾ ഈ ഒരു കുറച്ച് ഡ്രസ്സൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇടാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് സോൺമാർഗിലോ അല്ലെങ്കിൽ ഗുൽമർഗിലൊക്കെ പോയിട്ട് ഇങ്ങനത്തെ ഡ്രസ്സ് ഇടാമെന്ന്. കാരണം ഞാൻ കൂടുതലും അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളത്, പിക്കിലൊക്കെ ഇങ്ങനെ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ. അപ്പോൾ വാങ്ങിയില്ല ഇവിടെ. പക്ഷേ റേറ്റ് കുറവായിരുന്നു. ബാക്കിയുള്ള സ്ഥലത്ത് റേറ്റ് ഉണ്ട് കേട്ടോ, അത്യാവശ്യം. അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ വാങ്ങിയില്ല കേട്ടോ. വലിയ രസമില്ല. എനിക്കാണെങ്കിൽ കുറേ മഞ്ഞൊക്കെ നിന്ന് സ്ഥലത്ത് എടുക്കണം എന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ ഇവിടെ നിന്ന് നേരത്തെ ഇറങ്ങണം. 1 മണിക്ക് എത്തിയാലും 4 മണിക്ക് മുന്നേ ഇറങ്ങണം. കാരണം നമ്മൾ തിരിച്ചും ഹോഴ്സ് റൈഡിലാണല്ലോ പോകുന്നത്. അപ്പോൾ കുറച്ച് ഡേഞ്ചറാണ്, അത് വേണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ. എനിക്കാണെങ്കിൽ വാഷ്റൂമിൽ പോകണം, പക്ഷെ ഇവിടുത്തെ ഒരു വാഷ്റൂമേ ഉള്ളൂ, ഏതാണെന്ന് എനിക്കറിയില്ല. കിസ്, അപ്പം ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ലവ് യു ഓൾ, ബൈ ബൈ.